ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് വിട്ടത്. ശരിക്കും എനിക്കിത് അന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ നേരെ വന്നിട്ട് പോയത് ആദ്യം തന്നെ മുല്ലപ്പൂ മേടിക്കാനായിരുന്നു കേട്ടോ. ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. മുല്ലപ്പൂ വാങ്ങണം, വെക്കണം, അതൊക്കെ വെച്ചിട്ട് റീൽസൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡിലാണ് കേട്ടോ പോയത്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മുല്ലപ്പൂ മേടിച്ചിട്ടോ. അപ്പോൾ കുഞ്ചൂസ് മേടിച്ചത് മുല്ലപ്പൂ മാത്രമാണ്. ഞാനതിൽ തുളസിയും കൂടെ ഉള്ള ഒരു ടൈപ്പാണ് കേട്ടോ മേടിച്ചത്. അതൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ പൊന്നോ, തിരക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയായിരുന്നു കേട്ടോ തിരക്ക്. മീൻസ് ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പീസ്ഫുള്ളാണ് കേട്ടോ. എപ്പോൾ ഗുരുവായൂർ വന്നാലും നമുക്ക് പിന്നെയും വരാൻ തോന്നുന്നൊരു ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഗുരുവായൂർ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തിടണം കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. ശരിക്കും കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടോ, നേരിട്ട് കാണാനും അടിപൊളിയായിരുന്നേ. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വഴിപാട് കൗണ്ടറിലേക്കൊക്കെ പോയി പാൽപ്പായസം കഴിച്ചു. അതുപോലെ തന്നെ പാലും പഴക്കും അതിനൊക്കെ ഞങ്ങൾ ക്യൂ നിന്ന് മേടിച്ചിട്ടു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിട്ടോ. പുറത്തിറങ്ങിയപ്പോഴും കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തൊഴുതപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. ഞാൻ എപ്പോഴായിരുന്നാലും മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗുരുവായൂരപ്പനെ തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പറയാനും എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണനെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമായി കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞ് കയറി നോക്കിട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെങ്കിലും നമ്മളെന്താ ഗുരുവായൂരിന്നൊക്കെ മേടിക്കുമ്പോൾ വേറൊരു വൈബല്ലേ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ പുറത്തു കൂടെ കുറേയൊക്കെ നടന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ കണ്ട് ഗുരുവായൂരിൽ ഞങ്ങൾ തിരിച്ചു വരാനിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മുന്നിലേക്ക് ഓരോ വീഡിയോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.